ലോകസഞ്ചാരം എന്നത് പണ്ടുകാലത്ത് ഒരു സാഹസമായിരുന്നുവെങ്കിൽ ഇന്നത് പലർക്കും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ കേവലം പണമോ താല്പര്യമോ മാത്രം പോരാ. മറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പുസ്തകത്തിന് എത്രത്തോളം കരുത്തുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ യാത്രകൾ. പാസ്പോർട്ട് എന്ന ഈ ഔദ്യോഗിക രേഖ വെറുമൊരു യാത്രാ അനുമതിയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങളുടെ രാജ്യത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. ഓരോ വർഷവും ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ നയതന്ത്ര വിജയത്തിൻ്റെയും സാമ്പത്തിക സ്വാധീനത്തിൻ്റെയും അളവുകോലായി മാറാറുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 80-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 85-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ, നൈജർ, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ സ്ഥാനം പങ്കിടുന്നത്. ഈ റാങ്കിംഗ് മെച്ചപ്പെട്ടതോടെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെയും അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം വഴിയും സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം 55ആയി ഉയർന്നു. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വിസ നടപടിക്രമങ്ങളുടെ സങ്കീർണതകളും വലിയ തുകയും ഒഴിവാക്കി ലളിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മാലദ്വീപ്, മൗറീഷ്യസ്, ഫിജി, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരു പാസ്പോർട്ടിൻ്റെ കരുത്ത് അളക്കുന്നത് അത് കൈവശമുള്ള വ്യക്തിക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ എത്ര രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയുടെ റാങ്കിംഗ് മെച്ചപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്നാണ്. അന്താരാഷ്ട്ര വ്യോമഗതാഗത അതോറിറ്റിയുടെ ഡേറ്റ ഉപയോഗിച്ചാണ് ഹെൻലി സൂചിക ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത്. ഇത് ലോകത്തെ ഏറ്റവും ആധികാരികമായ പാസ്പോർട്ട് റാങ്കിംഗ് സംവിധാനമായി കരുതപ്പെടുന്നു. ഈ വർഷത്തെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യ 2 സ്ഥാനങ്ങളും ഏഷ്യൻ രാജ്യങ്ങൾ കൈക്കലാക്കി എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി സിംഗപ്പൂർ സ്വന്തമാക്കി. സിംഗപ്പൂർ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ലോകത്തെ 227 ലക്ഷ്യസ്ഥാനങ്ങളിൽ 192 ഇടങ്ങളിലേക്കും വിസയില്ലാതെ പറക്കാം. അതായത് ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇവർക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നർത്ഥം. 2ാമത്തെ സ്ഥാനം പങ്കിടുന്നത് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 188 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം സാധ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പിന്നിലാക്കി ഏഷ്യൻ രാജ്യങ്ങൾ മുൻനിരയിൽ വരുന്നത് ആഗോള സാമ്പത്തിക നയതന്ത്ര ക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, സ്പെയിൻ, ലക്സംബർഗ് എന്നിവ 186 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകിക്കൊണ്ട് 3ാം സ്ഥാനത്തുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് വികസിത രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം ദൃഢമാണ് എന്നാണ്. ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി UAE ഇപ്പോൾ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വെറും 2 പതിറ്റാണ്ടിനുള്ളിൽ 57 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി എന്നത് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വിനോദസഞ്ചാരത്തിനും നിക്ഷേപത്തിനും പ്രാധാന്യം നൽകുന്ന UAEയുടെ തുറന്ന നയങ്ങളാണ് ഇത്രയും വലിയ നേട്ടത്തിന് അവരെ സഹായിച്ചത്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് അമേരിക്കയുടെ പ്രകടനം. കഴിഞ്ഞ തവണ ആദ്യ 10ന് പുറത്തായിരുന്ന US പാസ്പോർട്ട് ഇത്തവണ 10ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടും പലപ്പോഴും വിസ നയങ്ങളിലെ കർശനമായ നിലപാടുകൾ അമേരിക്കൻ പാസ്പോർട്ടിൻ്റെ വിസാരഹിത യാത്രാ സൗകര്യങ്ങളെ ബാധിക്കാറുണ്ട്. എങ്കിലും 10ാം സ്ഥാനത്തേക്കുള്ള ഈ തിരിച്ചുവരവ് അമേരിക്കയുടെ ആഗോള സ്വാധീനം ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിക്കുന്നു. റാങ്കിങ്ങിൽ മുന്നേറുന്ന രാജ്യങ്ങളെ നോക്കുമ്പോൾ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥയും പരിശോധിക്കേണ്ടതുണ്ട്. ആഭ്യന്തര കലാപങ്ങളും ഭീകരവാദവും സാമ്പത്തിക തകർച്ചയും നേരിടുന്ന രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിലയില്ല എന്നതാണ് സത്യം. അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ 101ാം സ്ഥാനത്തുള്ളത്. വെറും 24 സ്ഥലങ്ങളിലേക്ക് മാത്രമേ അഫ്ഗാൻ പൗരന്മാർക്ക് വിസയില്ലാതെ പോകാൻ കഴിയൂ. ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ 98ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് റാങ്കിംഗ് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായും രാഷ്ട്രീയ സ്ഥിരതയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ താഴ്ന്ന റാങ്കിങ്ങുകൾ. സുരക്ഷാ പരിശോധനകൾ കർശനമായ വികസിത രാജ്യങ്ങൾ രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വിസ നൽകുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇത് ആ രാജ്യങ്ങളിലെ സാധാരണ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇന്ത്യ ഈ പട്ടികയിൽ മുന്നേറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു സുരക്ഷിത രാജ്യമായും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നയതന്ത്ര പങ്കാളിയായും മാറുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് 80ാം സ്ഥാനത്തേക്ക് എത്തിയത് ഒരു തുടക്കം മാത്രമാണ്.
വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളുമായി വിസാരഹിത കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. G20 അധ്യക്ഷപദം ഏറ്റെടുത്തതും ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുന്നതും വരും വർഷങ്ങളിൽ റാങ്കിംഗ് ഇനിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം നൽകുന്നത് വഴി വ്യാപാരം, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. വിസയില്ലാത്ത യാത്രകൾ സമയം ലാഭിക്കാൻ മാത്രമല്ല, യാത്രാ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും യൂറോപ്പിലും അമേരിക്കയിലും സ്ഥിരതാമസമാക്കിയവർക്കും തങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ പാസ്പോർട്ടിന് ലഭിക്കുന്ന ഈ മൂല്യം വലിയൊരു കരുത്താണ്. വിദേശ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടുമായി എത്തുമ്പോൾ ലഭിക്കുന്ന ബഹുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ അടയാളം കൂടിയാണ്. ചുരുക്കത്തിൽ പാസ്പോർട്ട് എന്നത് കേവലം ഒരു കടലാസ് രേഖയല്ല, അത് ആ രാജ്യത്തിൻ്റെ പദവിയുടെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. ഇന്ത്യ 80ാം സ്ഥാനത്തെത്തിയത് അഭിമാനകരമാണെങ്കിലും സിംഗപ്പൂരിനെ പോലെയോ ജപ്പാനെ പോലെയോ ആദ്യ നിരയിലേക്കെത്താൻ നമുക്ക് ഇനിയും ദൂരം സഞ്ചരിക്കാനുണ്ട്. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും വഴി വരും വർഷങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ലോകത്തെ ഏറ്റവും കരുത്തുള്ള ഒന്നായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.